നല്ല ചൂടുള്ള ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. ചായ കിട്ടിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കുടിക്കാനാണ് ഇഷ്ടം. അതേപോലെ തന്നെ കുറച്ച് ചൂടാറിയതിന് ശേഷം കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തി ചായ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആകുമ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, പതുക്കെ സാവധാനം ടൈം എടുത്ത് കുടിച്ചാൽ മതി. പക്ഷെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചായ കുടിക്കാനൊക്കെ എവിടെയും നിർത്തി കഴിഞ്ഞാൽ എപ്പോഴും ചില്ല് ഗ്ലാസ്സിലാണ് കിട്ടാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചായ ഗ്ലാസ് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് കൊണ്ട് ഈ ചൂടുള്ള ചായ കഷ്ടപ്പെട്ട് കുടിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലാസ് എനിക്ക് ചായ വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ചായ വാങ്ങിക്കാനായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു മസാല ടീയോ അങ്ങനെ എന്തോ ഒരു ടീ ആണ് കേട്ടോ, ഇവിടെ തന്നെ വാങ്ങിച്ചതാണ്, ഇതുപോലെയുള്ള മണ്ണിന്റെ ഗ്ലാസ്സിലാണ് വരിക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗ്ലാസ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ആ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ചായ വാങ്ങാൻ തീരുമാനിച്ചത്. കാരണം ഈ ചൂടുള്ള ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിച്ചാൽ രസം അങ്ങോട്ട് പോകും. നമ്മൾ ടൈം എടുത്ത് പതുക്കെ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കുടിച്ചാലേ എനിക്ക് നല്ലൊരു ഫീൽ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടിയ ചായ ഗ്ലാസ് 2 ഇതേ പെയിന്റ് ചെയ്ത് ഇങ്ങനെ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ ചെയ്തൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ആദ്യം പൂക്കൾ വരച്ചു കൊടുത്തതിന് ശേഷമാണ് കേട്ടോ മൊത്തമായിട്ട് പെയിന്റ് ചെയ്തത്. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ. അങ്ങനെ ചെയ്താലേ ഈ ഒരു ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മുദ്ര ശ്രദ്ധിക്കണം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് സംഭവം.